ഹലോ ഫ്രണ്ട്സ്, ക്രിയേച്ചർ എൻക്ലേവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റെഡ് ഇയർ സ്ലൈഡർ എന്ന വാട്ടർ ടേർട്ടിലിനെ കുറിച്ചാണ്. ഇവയുടെ കാതിന് പിറകിലായി കാണുന്ന ചുവപ്പ് നിറമുള്ള അടയാളങ്ങൾ കാരണമാണ് ഇവയെ റെഡ് ഇയർഡ് സ്ലൈഡർ എന്ന് വിളിക്കുന്നത്. ഇവയുടെ സയൻറ്റിഫിക് നെയിം ട്രാക്കമിസ് സ്ക്രിപ്റ്റ എലിഗൻസ് എന്നാണ്. റെഡ് ഇയർ സ്ലൈഡർ ഒരു അക്വാറ്റിക് ടേർട്ടിലാണ്, ടോർട്ടോയിസ് അല്ല. ടോർട്ടോയിസ് ഭൂരിഭാഗവും കരയിലാണ് ജീവിക്കുക. എന്നാൽ ടേർട്ടിൽ വെള്ളത്തിൽ കൂടുതൽ സമയവും ചിലവഴിക്കും. ഇവയുടെ നീന്തൽ, ഭക്ഷണം തേടൽ, ബാസ്കിംഗ് ചെയ്യൽ തുടങ്ങിയവയെല്ലാം വെള്ളവുമായി ബന്ധപ്പെട്ടതാണ്. അപകടം തോന്നുമ്പോൾ ഇവ പെട്ടെന്ന് വെള്ളത്തിനടിയിലേക്ക് സ്ലൈഡ് ചെയ്യും. അതിനാലാണ് സ്ലൈഡർ എന്നിവയെ വിളിക്കുന്നത്. റെഡ് ഇയർഡ് സ്ലൈഡറിൻ്റെ ജന്മദേശം അമേരിക്കയാണ്. പ്രത്യേകിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റിലെ മിസിസിപ്പി റിവർ ബേസിനാണ് ഇവയുടെ പ്രധാന വാസസ്ഥലം. ഇവയെ ആദ്യം കാണപ്പെട്ടത് ഫ്രഷ് വാട്ടർ ലേക്സ്, പോണ്ട്സ്, റിവേഴ്സ്, സ്ട്രീംസ് എന്നിവയുടെ തീരങ്ങളിലായിരുന്നു. ഇവയ്ക്ക് നേരിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന, ബാസ്ക് ചെയ്യാൻ അനുയോജ്യമായ കരഭാഗവും നീന്താൻ മതിയായ വെള്ളവുമുള്ള ഇടങ്ങളാണ് ഏറ്റവും അനുയോജ്യം. ഇവ സാധാരണയായി മൃദുവായ ചെളിയുള്ള വെള്ളം നിറഞ്ഞ മേഖലകളിലാണ് ജീവിക്കുന്നത്. കാരണം നീന്തുന്നതിനും ഈസി മൂവ്മെൻറ്റ്സിനും അത് സഹായിക്കും. ഇപ്പോൾ ഇവയെ പെറ്റ് ട്രേഡിംഗ് വഴി ലോകമെമ്പാടും വ്യാപകമായി കാണാം. ലാറ്റിൻ അമേരിക്ക, ഏഷ്യ, യൂറോപ്പ് തുടങ്ങിയ പല രാജ്യങ്ങളിലും ഇവയെ ഇൻവാസീവ് സ്പീഷീസ് ആയാണ് കണക്കാക്കുന്നത്. ഇവ വളരെ വേഗത്തിൽ പെറ്റുപെരുകുകയും അവിടെയുള്ള തദ്ദേശീയ ജീവികൾക്ക് ഭീഷണിയായി മാറുകയും ചെയ്യുന്നു. റെഡ് ഇയർഡ് സ്ലൈഡറിനെ വീട്ടിൽ വളർത്തുമ്പോൾ അക്വേറിയം സെറ്റപ്പ് വളരെ പ്രധാനമാണ്. 75 മുതൽ 100 ഗാലോൺ വരെ വെള്ളം കൊള്ളുന്ന വലിയ ടാങ്ക് സെറ്റ് ചെയ്യാം. വാട്ടർ ഫിൽട്ടർ നിർബന്ധമാണ്, കാരണം ടേർട്ടിൽസ് വെള്ളം വേഗത്തിൽ മലിനമാക്കുന്നു. UVB ലൈറ്റ് ഇവയ്ക്ക് ഷെൽ ഹെൽത്തിനും വിറ്റമിൻ D3 സിന്തസിസിനും ആവശ്യമാണ്. ഇവയ്ക്കൊരു ബാസ്കിംഗ് പ്ലാറ്റ്ഫോം നൽകണം. അതായത് സൂര്യപ്രകാശം ഏൽക്കാനായി ഒരു കരഭാഗം സെറ്റ് ചെയ്യണം. വെള്ളത്തിൻ്റെ താപനില 24 ഡിഗ്രി സെൽഷ്യസിനും 28 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ നിലനിർത്താം. റെഡ് ഇയർഡ് സ്ലൈഡേഴ്സ് ഒംനിവേഴ്സ് ആണ്. സസ്യങ്ങളും മാംസങ്ങളുമെല്ലാം ഇവയുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടും. ബ്ലഡ് വോംസ്, ഇൻസെക്ട്സ്, ഷ്രിംപ്, ടേർട്ടിൽ പെല്ലറ്റ്സ് എന്നിവയെല്ലാം കഴിക്കും. കൂടാതെ ലെറ്റ്യൂസ്, ഡക്ക് വീഡ്,
കേൽ, ക്യാരറ്റ് സ്ലൈസസ്, ക്യൂക്കംബേഴ്സ്, ഫ്രൂട്ട്സ് എന്നിവയും കഴിക്കും. ഇവയ്ക്ക് ദിവസത്തിൽ ഒറ്റത്തവണ മാത്രം ഭക്ഷണം കൊടുത്താൽ മതിയാവും. കൂടുതൽ ഭക്ഷണം നൽകിയാൽ വെള്ളം മലിനമാവും. റെഡ് ഇയർ സ്ലൈഡറിൻ്റെ പ്രജനനം വീട്ടിൽ നടത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവയുടെ സ്വാഭാവിക പെരുമാറ്റം മനസ്സിലാക്കിയാൽ ഇത് കുറച്ച് എളുപ്പമായിരിക്കും. ആൺ ടേർട്ടിൽ പേൺ ടേർട്ടിലിൻ്റെ ശ്രദ്ധ പിടിച്ചെടുക്കാനായി പ്രത്യേക പെരുമാറ്റം കാണിക്കും. ഇതിനെ കോഡ്ഷിപ്പ് ബിഹേവിയർ എന്നാണ് വിളിക്കുന്നത്. ആൺ ടേർട്ടിൽ പെണ്ണിൻ്റെ മുഖത്തിന് നേരെ ഇരു കൈകളും നീട്ടി അതിവേഗം വിറപ്പിക്കും. ഇതാണ് ഫ്ലട്ടറിംഗ് എന്ന് പറയുന്ന സ്വഭാവം. മേറ്റിങ്ങിനു ശേഷം പെൺ സ്ലൈഡർ ഒരു നെസ്റ്റിംഗ് ഏരിയ തേടി തുടങ്ങും. പൊതുവെ ഇവയ്ക്ക് വെള്ളത്തിന് സമീപം മണ്ണു നിറച്ച വെള്ളം കൂടാതെ ഉണങ്ങിയ ഭാഗം വേണം മുട്ടയിടാൻ. ഒരു പെൺ ടേർട്ടിൽ ഒരേ സമയം 5 മുതൽ 20 മുട്ടകൾ വരെ ഇടും. മുട്ടകൾ മണ്ണിൽ കുഴിച്ച് ഒളിപ്പിക്കും. ഇവയെ ക്ലച്ച് ഓഫ് എഗ്സ് എന്നാണ് വിളിക്കുന്നത്. ഒരു സീസണിൽ പേൺ ടേർട്ടിൽ പല ക്ലച്ചുകളായി മുട്ടകളിടാൻ സാധ്യതയുണ്ട്. മുട്ടകൾ വിരിയാനായി സാധാരണയായി 60 മുതൽ 90 ദിവസങ്ങളോളം വേണം. താപനിലയും മണ്ണിൻ്റെ ഈർപ്പവുമെല്ലാം പൊരുത്തപ്പെട്ടു മാത്രമേ കുഞ്ഞുങ്ങൾക്ക് അവിടെ നിന്ന് സുരക്ഷിതമായി പുറത്തു വരാനാകൂ. അതിനാൽ ക്യാപ്റ്റീവ് ബ്രീഡിംഗ്, അതായത് വീട്ടിൽ ബ്രീഡ് ചെയ്യുന്നവർ പ്രത്യേകമായ ഇൻക്യുബേറ്റർ സെറ്റപ്പ് ഒരുക്കേണ്ടി വരും. ഇവ ജനിച്ചതിനു ശേഷം മദർ കെയർ ഇല്ലാതെയാണ് ജീവിക്കുന്നത്. ഇവയെ പ്രത്യേക ടാങ്കിൽ സൂക്ഷിച്ചാൽ മാത്രമേ ജീവശേഷി കൂടുകയുള്ളൂ. റെഡ് ഇയർ സ്ലൈഡറിനെ വളർത്തുമ്പോൾ ഇവയ്ക്ക് നേരിടേണ്ടി വരുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഷെൽ റോട്ട്, വിറ്റമിൻ എ ഡെഫിഷ്യൻസി, സോഫ്റ്റ് ഷെൽ, ഫംഗൽ ഇൻഫെക്ഷൻ, റെസ്പിറേറ്ററി ഡിസീസ് എന്നിവയാണ് പ്രധാനമായ ആരോഗ്യ പ്രശ്നങ്ങൾ. ക്ലീൻ വാട്ടർ, ബാലൻസ്ഡ് ഡയറ്റ്, UVB ലൈറ്റ് എന്നിവ കൃത്യമായി നൽകിയാൽ ഒരു പരിധിവരെ ഇവയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. റെഡ് ഇയർ സ്ലൈഡർ വളരെ ആക്റ്റീവാണ്. ഒരുപാട് നീന്താൻ ഇഷ്ടമുള്ളവരാണിവർ. ബാസ്കിംഗ് ചെയ്യുന്നത് ഇവയുടെ ബിഹേവിയറിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. കഴിയുന്ന സമയങ്ങളിലെല്ലാം ഇവ കരയിലേക്ക് കയറുകയും ബാസ്കിംഗ് ചെയ്യുകയും ചെയ്യും. റെഡ് ഇയർ സ്ലൈഡർ ഇന്ന് പല രാജ്യങ്ങളിലും ഇൻവാസീവ് എക്സോട്ടിക് സ്പീഷീസ് വിഭാഗത്തിൽപ്പെടുന്നവയാണ്. ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഇത് നേറ്റീവ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് സ്പീഷീസ് അല്ല. അതിനാൽ ഇന്ത്യയെ ഇവയെ വളർത്തുന്നത് നിരോധിച്ചിട്ടില്ല.
എന്നാൽ ഇന്ന് ഇവയെ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായി വൈൽഡിലും കണ്ടുവരുന്നതിനാൽ ഭാവിയിൽ ലീഗൽ റെസ്ട്രിക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. റെഡ് ഇയർഡ് സ്ലൈഡേഴ്സ് വളർത്താൻ വളരെ ക്യൂട്ടായി തോന്നുന്ന ജീവിയാണ്. വലിയ ടാങ്ക്, റെഗുലർ ക്ലീനിങ്, UV ലൈറ്റ്, കറക്റ്റ് ഫുഡ് എന്നിവയെല്ലാം ഇവയുടെ വളർച്ചയ്ക്ക് പ്രധാന ഘടകങ്ങളാണ്. ഇവയെ നമ്മുടെ വീട്ടിൽ കിടിലൻ അക്വാറ്റിക് പെറ്റായി വളർത്താൻ സാധിക്കും. പക്ഷേ ഇവയുടെ നേച്ചർ, ഹെൽത്ത്, ബ്രീഡിംഗ്, സ്പേസ് ഇവയെല്ലാം മനസ്സിലാക്കണം. ഇത്തരത്തിൽ എക്സോട്ടിക് പെറ്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായി ക്രിയേച്ചർ എൻക്ലേവ് എന്ന ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യൂ.